എല്ലാവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെർവ് പ്ലാന്റ് അഥവാ ഫിറ്റോണിയ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഫിറ്റോണിയ അൽബിവേനിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ ഈ ചെടി അറിയപ്പെടുന്നു. ദക്ഷിണ അമേരിക്കയിലെ പെറുവിലാണ് ഈ ചെടി ഉത്ഭവിച്ചിട്ടുള്ളത്. നാഡീവ്യവസ്ഥ പോലെ ഡിസൈൻ ഇതിൻ്റെ ഇലകളിൽ ഉള്ളതിനാൽ ഇതിന് നാഡീസസ്യം എന്നും അറിയപ്പെടുന്നുണ്ട്. അതുകൂടാതെ മൊസൈക് പ്ലാന്റ് എന്നും ഈ ചെടി അറിയപ്പെട്ടു വരുന്നുണ്ട്. അകത്തളങ്ങളിലും ഓഫീസ് റൂമുകളിലൊക്കെ വെക്കാൻ കൂടുതലായി ഉപയോഗിച്ച് വരുന്ന ഒരു ചെടിയാണിത്. ഇത് ഹാങ്ങിങ് പ്ലാന്റായും ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ തണ്ടുകൾ തീരെ ബലമില്ലാത്തതാണ്. ആയതിനാൽ ഈ ചെടിയിൽ തൊടുമ്പോൾ വളരെ സോഫ്റ്റായി തൊടുന്നതാണ് ഏറ്റവും നല്ലത്. ശക്തി കൂട്ടി തൊടുമ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള ചെടി. ഈ ചെടി വെളുത്ത ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ലുക്ക് തന്നെ നമ്മുടെ അകത്തളങ്ങളിലും ഓഫീസുകളിലൊക്കെ ഉണ്ടാവും. കൂടുതൽ സംരക്ഷണം ആവശ്യമില്ലാത്ത ചെടിയാണ്. എങ്കിൽ കൂടി ഇതിൽ അതീവ ശ്രദ്ധ വേണ്ട ഒരു ചെടിയും കൂടിയാണ് ഇത്. ഫിറ്റോണിയ ചെടിക്ക് തണൽ പ്രകാശവും എന്നാൽ നല്ല ഈർപ്പവും വേണ്ട ഒരു ചെടിയാണ്. മിതമായ രീതിയിലുള്ള നനവ് മാത്രമേ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ. എങ്കിൽ കൂടി ഇതിൻ്റെ മണ്ണ് വരളാൻ പാടില്ല. മണ്ണ് വരളുന്ന സാഹചര്യങ്ങളിൽ അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിൻ്റെ തണ്ട് വാടിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈർപ്പമുള്ള അന്തരീക്ഷം വേണ്ടതിനാൽ ഇതിന് ഏറ്റവും അനുയോജ്യമായ താപനില 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. സാന്ദ്രത കുറഞ്ഞ ജൈവവളമുള്ള മണ്ണിൽ നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. കൂടുതൽ വെള്ളം ചേർത്താൽ ഇലകൾ വാടുകയും ചെടി നശിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. ഈർപ്പം കുറഞ്ഞാൽ ഇലകൾ ചാരനിറമാവുകയും ഉണങ്ങാൻ സാധ്യതയും കാണുന്നുണ്ട്. എങ്കിൽ കൂടിയും മികച്ച അലങ്കാര സസ്യത്തിൻ്റെ ഗണത്തിൽ ഈ ചെടിയെ പെടുത്താൻ സാധിക്കും. എങ്ങനെയാണ് ഈ ചെടി നമുക്ക് ചട്ടിയിലേക്ക് നടുന്നതെന്ന് നോക്കാം. ആദ്യമായി ചട്ടിയിലേക്ക് മണ്ണ് നിറക്കുക. ഇടിമണ്ണ് കൂടുതൽ ഇടുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഇതിൽ ഞാൻ ചേർക്കുന്നത് മണ്ണ്, ഇത് പച്ചക്കറി വേസ്റ്റ് ഉണ്ടാക്കിയ വളമാണ്. അതിൽ വളം നമുക്ക് ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ചേർക്കേണ്ടതാണ്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുക. കുറച്ചുകൂടി വളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് നന്നായിരിക്കും. ഇതാണ് വേപ്പിൻ പിണ്ണാക്ക്. കുറച്ചേ ചേർക്കുന്നുള്ളൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയുക. ഇങ്ങനെ മിക്സ് ചെയ്താൽ മണ്ണിലേക്ക് ഇതിൻ്റെ വേര് നല്ല രീതിയിൽ തന്നെ വേരോട്ടുണ്ടാവും. ഈ മണ്ണിലേക്കാണ് നമ്മൾ ഫിറ്റോണിയ ചെടി നടേണ്ടത്. ഈ ചെടിച്ചട്ടിക്ക് ഒരു കവർ ബോക്സും കൂടി ഉണ്ട്. തൈയുടെ മൂത്ത ഭാഗത്ത് നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വേരുകൾ പിടിക്കാൻ സാധ്യത കൂടുതൽ ചരിച്ച് കട്ട് ചെയ്യുമ്പോഴാണ്. കട്ട് ചെയ്തെടുത്ത തൈകൾ നടുന്നതിനായി നമ്മുടെ ചട്ടിയിലെ മണ്ണ് കുറച്ച് മാറ്റി കൊടുക്കുക. അതിനുശേഷം തൈകൾ ഓരോന്നായി ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുക. നടുമ്പോൾ 4 തൈകളെങ്കിലും മിനിമം നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ബുഷിയായി പാത്രം നിറയെ ചെടികൾ ഉണ്ടാവും. ഇത് നമ്മുടെ ഓഫീസുകളിലും നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലും ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ചെടി. ഈ ചെടി ആവശ്യമുള്ളവർ ഇതിൽ ചേർത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യേണ്ടതാണ്. കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.